എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പുത്താണ്ട് വാഴ്ത്തുക്കൾ. വിഷു എന്ന് പറഞ്ഞ ഉത്സവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും കർഷകപരമായിട്ട് കാർഷിക രംഗത്തും കർഷകന്മാർക്കും ഒക്കെ ഉള്ള ഒരു ഉത്സവമാണ് ഗൈസ്. അപ്പോൾ വിഷു നമ്മൾ എന്തിനാ ആഘോഷിക്കണം? ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. വരാഹ അവതാരത്തിൽ നിന്നും ഭൂമിദേവിയിൽ നിന്നൊരു പുത്രനുണ്ടായി, നരകാസുരൻ പറയും. അതിദുഷ്ടനും ക്രൂരനും അധർമ്മിയും ലോകം മൊത്തം തൻ്റെ കാൽക്കീഴിലാവണമെന്നും അഹങ്കാരിയായിട്ടുള്ളൊരു അസുരനായിരുന്നു. ലോകം മൊത്തം തൻ്റെ കാൽക്കീഴിലാവണം, ജനങ്ങളെയൊക്കെ ചവിട്ടി അമർത്തണം, തൻ്റെ കാൽക്കീഴിലായിരിക്കണം ഈ രാജ്യം മൊത്തം എന്ന് വിചാരിച്ച ഒരു അസുരനായിരുന്നു നരകാസുരൻ. ആ അസുരനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനും ഭാര്യ സത്യഭാമയും കൂടെ പോയിട്ട് നരകാസുരൻ്റെ കോട്ടയിൽ പോയിട്ട് നരകാസുരനെ വെല്ലുവിളിച്ചു. നരകാസുരനും ശ്രീകൃഷ്ണൻ തമ്മിലുള്ളൊരു യുദ്ധമാണ് വിഷുവായിട്ട് നമ്മൾ ആദരിക്കുന്നത്. ധർമ്മവും അധർമ്മവും, അധർമ്മത്തിൻ്റെ മേലെ ധർമ്മം വിജയിച്ചു. ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊല്ലും, മീൻസ് കുറേ നേരം ഇവർ തമ്മിൽ യുദ്ധം ചെയ്യും. നരകാസുരൻ്റെ ക്രൂവലായിട്ടുള്ള ഫുൾ കേടുള്ള സൈഡും ദുഷ്ടത്തരവും കേടും ക്രൂവാലിറ്റിയും ക്രൂരതയും നിറഞ്ഞ യുദ്ധമാണ് നരകാസുരൻ കാഴ്ചവെച്ചത്. നരകാസുരൻ്റെ ഓരോ പ്രഹരത്തിലും ശ്രീകൃഷ്ണനെ ഓരോ പ്രാവശ്യം പ്രഹരിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ അഹങ്കാരവും അയാളാണ് ലോകത്തെ എല്ലാ ഇതിൽ നിന്നും ശ്രീകൃഷ്ണൻ അയാൾ തുച്ഛമായി കണ്ടു. ശ്രീകൃഷ്ണൻ തിരിച്ച് സമാധാനത്തോടെയും നല്ല ഒരു പക്വതയോടെയാണ് കൈകാര്യം ചെയ്തത്. നല്ല സമാധാനപരമായിട്ടും അതേപോലെ തന്നെ തൻ്റെ ഒരു അഹങ്കാരം ഇല്ലാതെ ധർമ്മത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഒരുപാട് നേരം യുദ്ധം ചെയ്തിട്ട് അവസാനം നരകാസുരൻ തൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം എടുത്തിട്ട് ശ്രീകൃഷ്ണനെ പ്രഹരിക്കാൻ നിൽക്കും. ശ്രീകൃഷ്ണനും തൻ്റെ ശക്തമായ ആയുധം എടുത്തിട്ട് തിരിച്ചും പ്രഹരിക്കാൻ നിൽക്കും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നിട്ട് അവസാനം ശ്രീകൃഷ്ണൻ സത്യഭാമി അവിടെ ഉള്ളപ്പോൾ തന്നെ നരകാസുരൻ അവസാനം പരാജയപ്പെടും. ഒരു സ്ഫോടനം വന്നിട്ട് അതിൽ നരകാസുരൻ വീഴും, താഴത്ത് വീണിട്ട്. അപ്പോൾ എല്ലാവരും മരിക്കുമ്പോൾ ഒരാഗ്രഹമുണ്ട് നരകാസുരൻ. അപ്പോൾ മരണസമയത്ത് എൻ്റെ മരണം ഞാൻ ഏത് ദിവസമാണോ മരിക്കണം ആ ദിവസം എല്ലാവരും ആഘോഷിക്കണം, ആരും സങ്കടപ്പെടാൻ പറ്റില്ല, എല്ലാവരും സന്തോഷിച്ചിരിക്കണമെന്ന് നരകാസുരൻ പറയും. ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് മരിക്കുകയാണ്. അവസാന നിമിഷം എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും ഇതാവണം പറയും. അപ്പോൾ ആ നരകാസുരൻ്റെ ആഗ്രഹം ശ്രീകൃഷ്ണൻ സാധിച്ചു കൊടുക്കും. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് മാറി എല്ലാവരും സന്തോഷത്തേക്ക് വരികയാണ്. അതേ പറഞ്ഞാൽ അധർമ്മം നീക്കം ചെയ്തിട്ട് ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇരുട്ട് മാറി വെളിച്ചവും പ്രകാശവും അവിടെ വരികയാണ്. അപ്പോൾ വിഷു എന്ന് നമ്മൾ ആദരിക്കുന്നു. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷവും ആഘോഷവുമായിട്ട് നമ്മളിവിടെ വിഷു ആഘോഷിക്കും. അതേപോലെ വലിയ ആൾക്കാരുടെയും നമ്മൾ കൈനീട്ടം വാങ്ങും. അതേപോലെ തന്നെ ഓരോ പഴങ്ങളും നല്ല നല്ല പച്ചക്കറികളും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ വിഷു ആചരിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ എണീച്ച് 4 മണി ആ സമയങ്ങളിൽ കണി കണ്ട് നമ്മൾ ആ ദിവസം തന്നെ ഭംഗിയാക്കും. ഒരു വർഷം തുടങ്ങണ പോലെ, മലയാള മാസത്തിൽ ഒരു വർഷം തുടങ്ങണ പോലെ ഇതിനെ തന്നെ നമ്മൾ പുത്താണ്ടിനെ തന്നെ നമ്മൾ പുതിയതിനെ ആദരിക്കുകയാണ്. നമ്മൾ പുതിയതിനെ വരവേൽക്കുക, ആദരിക്കുകയും ചെയ്തിട്ട് സന്തോഷത്തോടെയുള്ള പുതിയ വർഷം, ദുഃഖമെല്ലാം മാറി സന്തോഷത്തോടെ ഉള്ള പുതിയ വർഷമാണ് നമ്മൾ വിഷുവായിട്ട് ഇവിടെ ആദരിക്കുന്നത്. അതാണ് ഗൈസ് വിഷുവിൻ്റെ സാങ്കല്പികവും ഹിസ്റ്ററിയൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ശ്രീകൃഷ്ണനും നരകാസുരനും ധർമ്മം അധർമ്മത്തിൻ്റെ മേൽ വിജയിച്ചു. ഇരുട്ടിനെ നീക്കം ചെയ്ത് വെളിച്ചം വന്നു. ആ വെളിച്ചം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വിഷുവായി മാറി. താങ്ക് യു ഗൈസ്.